ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നോക്കാൻ പോകുന്ന റീഡിംഗ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് റീഡിങ്ങിലോട്ട് പോവാം. ഓക്കെ തേർഡ് പാർട്ടിയും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള പ്രസന്റ് സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ തേർഡ് പാർട്ടിക്ക് നിങ്ങളുടെ വ്യക്തിയോടുള്ള ഒരു പരിപാടി എന്ന് പറയുമ്പോൾ ആടിക്കളിക്കട കൊച്ചുരാമ ചാടിക്കളിക്കട കൊച്ചുരാമ എന്നുള്ളൊരു പരിപാടിയാണ്. തേർഡ് പാർട്ടി ആടാൻ പറഞ്ഞാൽ ആടും, ചാടാൻ പറഞ്ഞാൽ ചാടും, പാടാൻ പറഞ്ഞാൽ പാടും. അങ്ങനെയുള്ള ഒരു ഏർപ്പാടാണ്. അതിപ്പോ നിങ്ങളുടെ വ്യക്തി പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ എന്തു പരിപാടി ആയിക്കോട്ടെ, അവരെന്തു പറയുന്നു അത് ഇടം വലം നോക്കാതെ ചിന്തിക്കാതെ അതേ ഒരു ട്രാക്കിൽ പോകും. അതിൽ കൂടി അവനവന് ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, സ്വന്തം കാലിന്റെ അടിയിലുള്ള മണ്ണൊലിച്ചു പോകുന്ന പരിപാടിയാണോ ഞാൻ ചെയ്യുന്നത് എന്നുള്ളതൊന്നും മുൻകൂട്ടി ചിന്തിക്കാതെ അങ്ങോട്ട് ഒരു എടുത്തുചാട്ടം ബാക്കിയുള്ളതിന് അത്ര എടുത്തുചാട്ടം ഇല്ല. ഇങ്ങനെയുള്ള കാര്യത്തിന് ഇവരുടേതായിട്ടുള്ള വാക്കുകൾക്കും പ്രവർത്തിക്കും സ്പോട്ടിൽ എടുത്തു ചാടി പല വിധത്തിലുള്ള പല പരിപാടികളൊക്കെ ചെയ്ത് എന്തൊക്കെയോ എവിടെയൊക്കെയോ ചെയ്ത് അവരെ സന്തോഷിപ്പിക്കുക, അവരുടെ മുഖത്തെ ചിരി കാണുക, അവരെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്ന പരിപാടിയാണ്. അത് മറ്റുള്ളവരുടെ ജീവിതത്തിലെ വിളക്ക് കെടുത്തിയാലും കുഴപ്പമില്ല, മറ്റുള്ളവരുടെ സന്തോഷം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ചിരി മായ്ച്ചു കളഞ്ഞാലും കുഴപ്പമില്ല. ഇവര് പ്രസാദിച്ച് നിൽക്കണം. ഇവര് എന്താ പറയാ 1000 വാട്ട് ബൾബ് പോലെ ഇങ്ങനെ പ്രകാശിച്ച് നിൽക്കണം എന്നുള്ള ഒരു ഇതിൽ ഇങ്ങനെ എന്തൊക്കെയോ എവിടെയൊക്കെയോ കാണിച്ചു കൂട്ടുന്നു. അതുകൊണ്ട് നിങ്ങളുടെ വ്യക്തിയോട് ഈ തേർഡ് പാർട്ടിയുടെ പരമായിട്ടുള്ള എന്ത് കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിലും പ്രവർത്തിക്കുകയാണെങ്കിലും സംസാരിക്കുകയാണെന്നുണ്ടെങ്കിലും അതവരെ രോഷാകുലരാക്കും, ബുദ്ധിമുട്ടാക്കും. അത് ഭയങ്കര പ്രശ്നങ്ങളിലോട്ട് നയിക്കും, കയ്യാങ്കളിയിലോട്ട് വരെ നയിക്കും, ഇറങ്ങിപ്പോക്ക്, ബുദ്ധിമുട്ട് കാര്യങ്ങളിലോട്ടൊക്കെ നയിക്കും. സോറി. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ തേർഡ് പാർട്ടി എന്ന് പറയുന്ന ഒരു ആളാണ് ഇപ്പൊ ഈ വ്യക്തിയുടേതായിട്ടുള്ള പല പരിപാടികളും അകന്നു നിന്ന് നിയന്ത്രിക്കുന്നത്. ഈ വ്യക്തിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന മറ്റു മനുഷ്യരുടെ കാര്യങ്ങൾ വരെ അല്ലെങ്കിൽ മറ്റു ജീവിതങ്ങൾ വരെ തൻ്റെ കടിഞ്ഞാണിൽ വെച്ച് നിയന്ത്രിക്കുന്ന കാര്യമാണ് ഇങ്ങനെയുള്ള ഒരു ആള് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് കര കടന്നാണെങ്കിലും കടല് കടന്നിട്ടാണെന്നുണ്ടെങ്കിലും ലോങ് ഡിസ്റ്റൻസിലാണെന്നുണ്ടെങ്കിലും എന്തും ആയിക്കോട്ടെ, ഈ ആൾക്ക് നല്ല രീതിയിലുള്ള കൺട്രോളിങ് പവർ ഉണ്ട്. സംസാരം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തൊക്കെയോ ഒരു
കൺട്രോളിങ് പവർ നല്ല രീതിക്കുണ്ട്. കാരണം ഇവരെ കൊണ്ടിട്ട് മൊത്തത്തിലുള്ള പരിപാടികൾ നശിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ കാണിക്കുന്നുണ്ട്. വളരെ സ്മൂത്ത് ഗോയിങ് ആയിട്ട് പോയിക്കൊണ്ടിരുന്ന, അല്ലാന്നുണ്ടെങ്കിൽ വളരെ പ്രതീക്ഷയോട് കൂടി പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം, ഒരു വ്യക്തിബന്ധമായിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു അച്ഛനും അമ്മയും മക്കളും കൂടി അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ ഒരു കാര്യമായിരിക്കാം. കല്യാണ കാര്യങ്ങള്, മംഗല്യപരമായിട്ടുള്ള സിറ്റുവേഷനിൽ വരെ എത്തേണ്ട ഏതെങ്കിലും ജീവിതങ്ങളായിരിക്കാം. എല്ലാം തട്ടിത്തെറിച്ചു പോയിരിക്കുന്ന ഒരവസ്ഥ ആണ് ഇവിടെ ഉള്ളത്. അത് കണ്ടിട്ട് അതായത് ഈ തേർഡ് പാർട്ടി വിചാരിക്കുന്നത്, ഇവരുടെ എല്ലാ പ്ലാനുകളും നല്ല ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്, നല്ല പരിപാടികളായിട്ട് നടക്കുന്നുണ്ട്. കാരണം മറ്റുള്ളവരോടുള്ള, ഇപ്പൊ നിങ്ങളോടുള്ളതോ നിങ്ങളുടെ കുടുംബത്തോടുള്ളതോ ആയിട്ടുള്ള ദേഷ്യമോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അസൂയയോ കുശുമ്പോ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ നിങ്ങളുടെ വ്യക്തിയിൽ കൂടി തീർക്കുന്ന കാര്യങ്ങളാണുള്ളത്. നിങ്ങളുടെ വ്യക്തിയിൽ കൂടി തീർക്കുന്നു. അത് നിങ്ങളുടെ വ്യക്തി മനസ്സിലാക്കുന്നില്ല. നിങ്ങളുടെ വ്യക്തിനെ ഒരു വജ്രായുധമായിട്ടാണ് ഈ ആള് ഉപയോഗിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. കാരണം ഈ തേർഡ് പാർട്ടിയുടേതായിട്ടുള്ള ഈ സോപ്പിംഗ് ആയിട്ടുള്ള വശങ്ങൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തി കണ്ടിട്ടുള്ളത്. അല്ലാത്ത വശങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല. കാരണം നിങ്ങളുടെ വ്യക്തിനെ പിടിവിടുക എന്ന് പറയുമ്പോൾ ഇവരുദ്ദേശിക്കുന്ന പരിപാടികളൊന്നും, ഈ തേർഡ് പാർട്ടി ഉദ്ദേശിക്കുന്ന പരിപാടികളൊന്നും നടത്താൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നിങ്ങളുടെ വ്യക്തിയുടെ പിടിവിടാത്തത്. കാരണം അവർക്കൊരു ടെൻഷനുണ്ട്, പിടിവിട്ടു പോവുമോ. കാരണം പിടിവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഒരു പ്യൂരിഫൈ ആയിട്ട് വന്ന് നിങ്ങളുടെ വ്യക്തി A to Z പരിപാടികൾ നിങ്ങളോട് വന്ന് പറയും. അല്ലെങ്കിൽ എന്താണ് നടന്നത്, എന്തൊക്കെയാണ് അത്, ഈ ആളുടെ ഐഡന്റിറ്റി ലോകം മുഴുവനും അറിയും. അങ്ങനെയൊക്കെയുള്ള ഒരു ടെൻഷനുണ്ട്. പിന്നെ നിങ്ങൾ സുഖമായിട്ട് ജീവിക്കുമോ എന്നുള്ള ഒരു ടെൻഷനുണ്ട്. കാരണം നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നതിനേക്കാളും ഈ തേർഡ് പാർട്ടിക്കാണ് ടെൻഷൻ കൂടുതൽ. കാരണം നിങ്ങൾ നന്നാകുമോ, നിങ്ങളുടെ മക്കൾ നന്നാകുമോ, നിങ്ങൾക്ക് സന്തോഷം കിട്ടുമോ, നിങ്ങളൊരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ചെയ്തിട്ടോ കുഞ്ഞു കുട്ടികളെ വരെ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടോ അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് റിക്കവേർഡ് ആകുമോ, നിങ്ങൾ രക്ഷപ്പെടുവോ, അങ്ങനെയൊക്കെയുള്ള ഇത് നിങ്ങളെക്കാളും കൂടുതൽ ഇവരെ തലകുന്നാക്കുവാണ്. രക്ഷപ്പെട്ടു പോകുമോ, എന്താ പറയുക. ഇതിപ്പോ ഇന്നത്തെ കാലത്ത് അവനവനെ തന്നെ കുറിച്ച് ചിന്തിക്കാൻ നേരെയില്ല. അപ്പൊ ഇങ്ങനത്തെ ആളുകൾ ഈ ലോകത്തുണ്ട്. നമ്മളുടെ കാര്യം നമ്മൾ തന്നെ ചിന്തിക്കാനായിട്ട് നേരം കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ട്. വല്ലവരും രക്ഷപ്പെടുമോ, വല്ലവരും അങ്ങനെ കാണിച്ചു കൂട്ടുമോ, വല്ലവരും അതൊക്കെ ഇങ്ങനെ ഈ പറയുന്ന നമ്മൾ ഇങ്ങനെയുള്ളവരെയൊക്കെ മറ്റേ റെഡ് ഡാറ്റ ബുക്കിലൊക്കെ സജസ്റ്റ് ചെയ്യേണ്ടതാണ്. വംശനാശ ഭീഷണി നേരിടുന്ന ആളുകളാണ്. അവനവനെ കൊണ്ട് അവനവൻ ജീവിച്ചു പോവുകയാണെന്നുണ്ടെങ്കിൽ അവരവരുടേതായിട്ടുള്ള ഒരു കഴിവുകൊണ്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിക്കട്ടെ. ഇതിനൊക്കെ ശല്യപ്പെടുത്താൻ ചെല്ലുന്നു. നിങ്ങളുടെ തേർഡ് പാർട്ടിയുടെ മെയിൻ പ്രോഗ്രാമേ അതാണ്. വല്ലവരുടെയും കാര്യങ്ങളൊക്കെ എടുത്ത് ചെകയുക, വല്ലവരുടെയും പരിപാടികൾ നശിപ്പിക്കുക, വല്ലവരുടെയും കുടുംബത്തിൽ കയറി കളിക്കുക, അങ്ങനെയുള്ള പരിപാടികളാണ് ഇവിടെ മെയിനായിട്ട് കാണിക്കുന്നത്. കാരണം അതുമൂലം എന്താ പറയാ, നിങ്ങളുടെ വ്യക്തിക്ക് പഞ്ചസാര ഉപ്പായിട്ടും തോന്നും, ഉപ്പ് പഞ്ചസാരയായിട്ടും തോന്നും. രണ്ടും ഒരേ കളറാണല്ലോ. ഇപ്പൊ നിങ്ങളെ ഉപ്പായിട്ട് തോന്നും, അവരെ പഞ്ചസാരയായിട്ട് തോന്നും. അത്രേ ഉള്ളൂ. കാരണം അങ്ങനെയാണ് ഇവിടെ മൊത്തത്തിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു പരിപാടി നമുക്ക് നോക്കാം. അവരവരുടേതായിട്ടുള്ള ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കാനുള്ള ഒരു യന്ത്രം, ഒരു ഉപകരണം അത്രമായിട്ടേ ഇവിടെ കാണുന്നുള്ളൂ.
അല്ലാതെ ഇപ്പോൾ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോൾ വേറെ റിലേഷൻഷിപ്പ് മാത്രമല്ല, മാതൃസ്ഥാനം, സഹോദരസ്ഥാനം, പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫാമിലി റിലേറ്റീവ്സ് ഒക്കെ തേർഡ് പാർട്ടി ആയിട്ട് വരും. ഫ്രണ്ട്സ്, അങ്ങനെയുള്ള ആളുകളും തേർഡ് പാർട്ടി ആയിട്ട് വരുന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിനെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഇവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വ്യക്തിക്ക് അങ്ങോളം ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അങ്ങോളം എന്തിനും ഏതിനും ഇവര് എന്തിനും സഹായ സന്നദ്ധമായിട്ടുള്ള പരിപാടികൾക്കൊക്കെ ഉണ്ടാകും എന്നുള്ള പൊള്ളയായിട്ടുള്ള പരിപാടികളിൽ വിശ്വസിപ്പിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് കാണിക്കുന്നത്. ട്രൂത്ത്ഫുൾ ആയിരിക്കും എന്നൊക്കെ ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ്. പക്ഷെ അതൊന്നും അല്ല എന്ന് കാലം തെളിയിക്കട്ടെ. ഓ എൻ്റെ അമ്മോ, ഇത് എന്താ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെയാണ്. അതായത് ഒരു നിങ്ങൾ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ വിഷമം ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിറ്റുവേഷൻ ഒക്കെ ഏകദേശം താണ്ടി വന്നവരാണ്. കാരണം അത്രയുള്ള രീതിയിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ട് ഇവരുടേതായിട്ടുള്ള ഈ രണ്ടു കൂട്ടരുടെയുമായിട്ടുള്ള പരിപാടികൾ, കാട്ടിക്കൂട്ടലുകൾ. കാരണം നിങ്ങളുടെ മുമ്പിൽ പല നാടകീയ രംഗങ്ങളും അരങ്ങേറിയിട്ടുണ്ട്. സിനിമയേക്കാൾ വെല്ലുന്ന പടം, അല്ല ഷാജി കൈലാസ് പോലും തോറ്റുപോകുന്ന തരത്തിലുള്ള സംവിധാനം. പല രീതിയിലുള്ള പരിപാടികളും നല്ല രീതിക്ക് അരങ്ങേറി അത് നിങ്ങളെ മാനസികമായിട്ടും നല്ല രീതിക്ക് ബുദ്ധിമുട്ടിച്ചു. നിങ്ങളുടെ മൈൻഡ് വിട്ടുപോയിട്ടുണ്ട്. മൈൻഡ് നല്ല രീതിക്ക് ബ്ലാങ്കായി വിട്ടുപോയിട്ടുണ്ട്. കാരണം ഇത് ശക്തമായിട്ടുള്ള എന്താ പറയാ, ഒരു നെഗറ്റീവ് എനർജി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ സന്തോഷിച്ചുകൊണ്ടിരിക്കുന്നു. അതാണ് ഇവിടെ ഉള്ളൊരു പരിപാടി. കാരണം ഇവരുടെ അടുത്തുനിന്ന് ഉള്ള ഒരു കാര്യങ്ങളിലോട്ട് രക്ഷപ്പെട്ടു പോയി കഴിഞ്ഞാലുള്ള ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ കൊണ്ടിട്ടാണ് ഈ തേർഡ് പാർട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അത് പക്ഷേ മറ്റുള്ളവരെയും കൂടി അത് ബാധിക്കുന്നുണ്ട്. അതാണ് പ്രശ്നം. മക്കളുണ്ടെങ്കിൽ മക്കളെയും കൂടി ആ ഒരു കാര്യത്തിലോട്ട് ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നു. ബുദ്ധിമുട്ടുണ്ട്. അതാണ് അതിൻ്റെ അകത്തുള്ള പ്രശ്നം. എന്താണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മാറും. നിങ്ങൾ വിഷമിക്കാതിരിക്കുക. എന്തിനും ഏതിനും ഒരവസാനം ഉണ്ടാവും. അതെല്ലാം മാറട്ടെ. കാരണം എന്തിനും ഒരു അവസാനം ഉണ്ടാവുമല്ലോ, അത് ഉണ്ടായിക്കോളും. കാരണം എപ്പോഴും ഒരാളെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നിങ്ങൾ ചെയ്യാനുള്ള, ഞാൻ എല്ലാ ദിവസവും വീഡിയോയിൽ പറയുന്നതാണ്, നിങ്ങൾ ചെയ്യാനുള്ള കാര്യം നിങ്ങൾ ചെയ്യുക. നമ്മൾ ഇറങ്ങേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ഇറങ്ങുക. കാരണം ഇപ്പൊ ഇവരുടേതായിട്ടുള്ള ഒരു എനർജി വെച്ച് മാക്സിമം നിങ്ങളുടെ കാര്യത്തിന് തടസ്സം വരുത്തും. നിങ്ങളിപ്പോ എന്താണോ ചെയ്യാൻ ഉദ്ദേശിക്കാൻ പോകുന്നത് അവിടെയൊക്കെ നിങ്ങൾക്ക് തടസ്സം വരുത്തും. ഇപ്പൊ എന്തെങ്കിലും ഈ നെഗറ്റീവ് എനർജി റിമൂവ് ചെയ്യാൻ പോകുന്നതോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടേതായിട്ടുള്ള നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നതോ, നിങ്ങൾ എന്തെങ്കിലും പരിപാടി, നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നല്ലത് വരുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുന്ന പരിപാടിയാണെന്നുണ്ടെങ്കിൽ അതിൽ തടസ്സം വരുത്തും. അതൊക്കെ നിങ്ങൾ ഭേദിച്ച് നിങ്ങൾ പുറത്തു വരിക. പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര പുറത്തു വരവായിരിക്കും. മനസ്സിലായോ? അല്ല നമ്മൾ എപ്പോഴും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നും പറഞ്ഞ് വിഷമിച്ചിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങോളം വിഷമിച്ചിരിക്കേണ്ടി വരും. നമ്മളും കൂടി എഫേർട്ട് ഇടാതെ, നമുക്ക് എന്തായാലും ഇങ്ങനെ വന്നുപോയി, അപ്പൊ നമ്മളും കൂടി എഫേർട്ട് ഇടാതെ പരിപാടികൾ അങ്ങോട്ട് പോകത്തില്ല. അപ്പൊ അത് ചെയ്യാനുള്ളതെല്ലാം ചെയ്യുക. കാരണം ഇന്നത്തെ കാലത്ത് മറ്റുള്ളവർ സന്തോഷിപ്പിക്കും, അവര് സന്തോഷിപ്പിക്കും, ഇവര് സന്തോഷിപ്പിക്കും, ആരും സന്തോഷിപ്പിക്കില്ല. അവനവന്റെ സന്തോഷം എടുക്കുക എന്ന് പറയുന്നത് അവനവന്റെ ഉത്തരവാദിത്വമാണ്, ഇല്ലേ? അപ്പൊ അതൊക്കെ നമ്മളൊന്ന് നോക്കിയും കണ്ടും ചെയ്യുക. അല്ലാതെ പേടിച്ച് പുറകോട്ട് മാറണ്ട. സൊല്യൂഷൻ കണ്ടെത്തേണ്ട കാര്യങ്ങളിൽ സൊല്യൂഷൻ കണ്ടെത്തി പോയാൽ
നിങ്ങൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ജീവിതം റീസ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾ പോലും സങ്കല്പിക്കാൻ പറ്റാത്ത ജീവിതത്തിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ വിചാരിക്കണം പുറത്തോട്ട് വരണമെന്ന്. അല്ലാതെ വെറുതെ കേട്ടോണ്ടിരുന്ന് പിന്നെ വിഷമിച്ചോണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും അതുപോലെ തന്നെ ഇരിക്കേണ്ടി വരും. അപ്പൊ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് കണക്റ്റ് ആവുന്ന, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും റെസണേറ്റ് ആയില്ല, ഒന്നും കണക്റ്റ് ആയില്ലെങ്കിൽ ഇത് നിങ്ങളുടെ വീഡിയോയല്ല. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.